AFMC MBBS കട്ട് ഓഫ് ഇത്തവണ ഉയരാൻ സാധ്യതയുണ്ടോ? നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ചോദ്യമാണ്. എന്താണ് AFMC MBBS പ്രത്യേകത? എങ്ങനെ നമുക്ക് AFMCയിലേക്ക് എത്താം? അതിന്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്താണ്? ഏജ് ലിമിറ്റ് എന്താണ്? കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ഓൾറെഡി നമ്മൾ AFMCയെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. എന്നാൽ ആ ഒരു വീഡിയോയ്ക്ക് ശേഷം ഒരുപാട് എൻക്വയറീസ് ആണ് നിങ്ങളുടെ അടുത്തുനിന്ന് വരുന്നത്. ഒരുപാട് ഡൗട്ടും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മറ്റൊരു വീഡിയോയിലൂടെ വരുന്നത്. സോ ആദ്യം പറയാം എന്താ AFMC MBBS എന്ന് പറയാം. AFMC ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് ആണ്. പൂനെയിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ക്യാമ്പസിലാണ് നമ്മൾ നമ്മുടെ MBBS പഠനം പൂർത്തിയാക്കാനായിട്ട് പോകുന്നത്. AFMCയിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ക്യാമ്പസിലായിരിക്കും, പൂനെയിലുള്ള ഈ ഒരു ക്യാമ്പസിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. AFMCയിൽ നിന്ന് MBBS കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആർമിയിലും നേവിയിലും എയർഫോഴ്സിലും വർക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ് ലഭിക്കുന്നത്. ഒരേ സമയം രാജ്യത്തെ സേവിക്കാനും നിങ്ങളുടെ MBBS എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു അവസരമാണ് AFMC. ആർമിയിലും മാത്രമല്ല, ആർമിയിലും നേവിയിലും എയർഫോഴ്സിലും നമുക്ക് സാധ്യതകളുണ്ട്. യെസ്. അതേപോലെ സീറ്റുകളെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി എങ്ങനെയാണ് എൻട്രൻസ് എന്ന് ഒന്നും കൂടി പറയാം. അതിനു മുൻപ് ആദ്യം ഏജ് ലിമിറ്റ് നോക്കാം. അപ്പർ ഏജും ലോവർ ഏജും ഉണ്ട്. ഓക്കെ, അതായത് നിങ്ങൾക്ക് നമ്മളുടെ MBBSന്റെ അഡ്മിഷൻ നമ്മൾ എടുക്കുന്ന ആ ഒരു ഇയറിൽ 17 വയസ്സ് കംപ്ലീറ്റ് ആയിരിക്കണം. അപ്പൊ മിനിമം ഏജ് എന്ന് പറയുന്നത് 17 ഇയേഴ്സ് ആണ്. 17 വയസ്സെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ ഒന്നുകിൽ 17 ഇയേഴ്സ് ആ ഒരു എക്സാം എഴുതുന്ന അഡ്മിഷൻ ടൈമിൽ നമുക്ക് കംപ്ലീറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ റിലാക്സേഷൻ ഉണ്ട്. നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന ആ വർഷം, അതായത് ഈ വർഷം അഡ്മിഷൻ എടുക്കുന്ന കുട്ടിയാണെങ്കിൽ ഈ 2026 ഡിസംബർ 31 മുൻപായിട്ട്, അല്ലെങ്കിൽ അടുത്ത വർഷത്തെ അഡ്മിഷൻ എടുക്കുന്ന ആളാണെങ്കിൽ 2027 ഡിസംബർ 31 മുൻപായിട്ട് 17 വയസ്സ് കംപ്ലീറ്റ് ആകണം. അപ്പൊ ഈ ഒരു വർഷത്തെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ 2009 ഡിസംബർ 31 ആ ഒരു ഡേറ്റിന് ശേഷം ജനിച്ച ആൾക്ക് പറ്റില്ല. അതായത് നിങ്ങൾ 2010 ജനുവരി 1 ജനിച്ച ഒരാളാണെങ്കിൽ ഈ വർഷത്തെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ 2010 ജനുവരി 10 പറ്റില്ല. 17 വയസ്സ് ഉണ്ടായിരിക്കണം. ആൻഡ് അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 2003 ജനുവരി 1 അതിന് ശേഷം, മീൻസ് 2002 ഒന്നും ജനിച്ച ആളുകൾ ആവരുത്. മിനിമം എന്ന് പറയുന്നത് 17 ഇയേഴ്സ് ആണ് മിനിമം, 24 ഇയേഴ്സ് ആണ് മാക്സിമം ഏജ് എന്ന് പറയുന്നത്. അതിൽ കൂടാനായിട്ട് പാടില്ല. അപ്പൊ ഈ വർഷത്തെ കുട്ടിയുടെ കണക്കാണ് ഞാൻ പറയുന്നത്. ഏതിനും ഇടയിൽ ജനിച്ചതാണെന്ന് ചോദിച്ചാൽ 2003 ജനുവരി 1 2009 ഡിസംബർ 31 ഈ ഒരു ഇടയിൽ, ഇതിനിടയിൽ ജനിച്ച കുട്ടികൾക്ക് മാത്രമാണ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. 2010 ജനിച്ച ആളുകൾക്ക് എന്തില്ല, 17 ഇയേഴ്സ് കംപ്ലീറ്റ് ആവത്തില്ല ഈ ഒരു വർഷം. അതേപോലെ 2003 ജനുവരി 1, ഇപ്പൊ 2002 ഡിസംബർ 31 നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങളുടെ ഏജ് കഴിഞ്ഞു, ഏജ് ക്രോസ് ആയി, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ വർഷത്തെയാണ്, അടുത്ത വർഷം എഴുതുന്ന കുട്ടികൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഡേറ്റ് അല്ല ഇത്. എന്തായാലും 17 to 24 ഈ ഒരു വയസ്സിനിടയിലായിരിക്കണം. അപ്പൊ ഈ ഒരു ഡേറ്റ് മാറും. ഈ വർഷത്തെ കുട്ടിയാണെങ്കിൽ 2003 ജനുവരി 1 അതിന് മുൻപ് ജനിച്ച ആൾക്ക് പറ്റില്ല. 2002 2001 ഒന്നും ജനിച്ചവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ ഈ വർഷം പറ്റില്ല. റെഡി? യെസ്, അതാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇനി എക്സാമിനേഷൻ എങ്ങനെയാണ്? മേജർ എക്സാമിനേഷൻ എന്ന് പറയുന്നത് നീറ്റ് എക്സാം തന്നെയാണ്. നീറ്റ് ക്വാളിഫൈ ആവണം നിങ്ങൾ, അതാണ് ഏറ്റവും മാൻഡേറ്ററി ആയിട്ടുള്ള, ആദ്യം നിങ്ങൾക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യം നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം. അപ്പൊ നീറ്റ് എക്സാം, നീറ്റ് 2026 എഴുതി ക്വാളിഫൈഡ് ആവുന്ന കുട്ടികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നീറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ www.mcc.nic.in എന്നുള്ള വെബ്സൈറ്റിലൂടെ നമ്മൾക്ക് AFMCയിലേക്ക് അപ്ലൈ ചെയ്യാം. അത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരുന്നു. അലോട്ട്മെന്റ് പ്രോസസ്സ് വിളിക്കും. അലോട്ട്മെന്റ് വിളിച്ചാൽ ഉടനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും AFMCയിലേക്ക് കൊടുക്കാൻ ടൈമായി മക്കളെ എന്നുള്ളത് പറഞ്ഞു തരും. അപ്പൊ അതിനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിന് ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് നടക്കണം. ഓൾ ഇന്ത്യ തലത്തിലുള്ള അലോട്ട്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം. ഒന്നും തുടങ്ങിയിട്ടില്ല. ആദ്യം നീറ്റിന്റെ റിസൾട്ട് വരണം, അതിനുശേഷം മാത്രമായിരിക്കും അലോട്ട്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ വെയിറ്റ് ചെയ്യുക. അപ്പൊ നീറ്റിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ www.mcc.nic.in എന്നുള്ള വെബ്സൈറ്റ് ത്രൂ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്ലൈ ചെയ്ത ഉടനെ നമുക്ക് കിട്ടത്തില്ല. ഇതിനൊരു കട്ട് ഓഫ് ഉണ്ട്. അപ്പൊ കട്ട് ഓഫ് എന്ന് പറയുന്നത്, ഇപ്പൊ കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് MBBSന്റെ കേരളത്തിലെ ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് ഏകദേശം 550 ആ ഒരു റേഞ്ചിലായിരുന്നു. 550-നും 555-നും ഒക്കെ ഇടയിലായിരുന്നു തേർഡ് അലോട്ട്മെന്റിലൂടെയുള്ള കട്ട് ഓഫ്. അതായത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS കിട്ടാൻ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഒരു കുട്ടിക്ക് വേണ്ട കട്ട് ഓഫിന്റെ സ്കോർ അത്രയായിരുന്നു. കട്ട് ഓഫ് സ്കോർ ഒരു 550-നും 555-നും ഇടയിലായിരുന്നു. ഓക്കെ, തേർഡ് അലോട്ട്മെന്റ് പ്രകാരമാണ് ഞാൻ പറയുന്നത്. അതായത് ആ ഒരു 1000 റാങ്കിനുള്ളിൽ വരണമെന്ന് സാരം.
കേരളത്തിൽ ഒരു 1000 റാങ്കിനുള്ളിൽ വന്ന കുട്ടിക്കാണ് ഈ ഒരു കട്ട് ഓഫ് മാർക്ക് വന്നത്. അതേ ഒരു മാർക്കാണ് ഏകദേശം എവിടെയും വന്നത്. എവിടെ? AFMCയുടെ കട്ട് ഓഫ് ആയിട്ട് ഏകദേശം ആ ഒരു സ്കോർ തന്നെയായിരിക്കും വരിക. ഒരു 550നും 545നും ഇടയിലൊക്കെയായിരുന്നു കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ആ ഒരു സ്കോർ അറ്റൈൻ ചെയ്ത കുട്ടികൾക്ക് മാത്രമാണ് ഇവിടേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നിങ്ങളെ അങ്ങോട്ടേക്ക് വിളിക്കത്തുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ നീറ്റിൽ വളരെ ഉയർന്ന സ്കോർ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് AFMCയുടെ ഷോർട്ട് ലിസ്റ്റിൽ വരാനായിട്ട് പറ്റൂ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ MCCയുടെ വെബ്സൈറ്റിലൂടെ അപേക്ഷിച്ചു, AFMCയിലേക്ക് അപേക്ഷിച്ചു കഴിഞ്ഞാൽ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. കട്ട് ഓഫ് ക്രോസ് ചെയ്യുന്ന കുട്ടികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരു 2000 കാൻഡിഡേറ്റ്സിനെയാണ് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ഒരു 1200 ബോയ്സും അതേപോലെ ഒരു 400 ഗേൾസിനെയും. ഓക്കെ, ബോയ്സിന്റെ സീറ്റ് അവിടെ കൂടുതലാണ്, മക്കൾക്ക് അറിയാമേ, ബോയ്സിന്റെ സീറ്റ് കൂടുതലാണ്. സോ ഒരു 2000 പേരെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് ചെയ്താൽ പിന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഒരു AFMCയുടെ വെബ്സൈറ്റ് ത്രൂ ആയിരിക്കും നടക്കുക. ആ വെബ്സൈറ്റിലായിരിക്കും എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് കിട്ടുക. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുട്ടികൾക്ക് സ്ക്രീനിങ് ടെസ്റ്റ് നടക്കും. ഓക്കെ, ഈ സ്ക്രീനിങ് ടെസ്റ്റിൽ എന്തൊക്കെയാണുള്ളതെന്ന് ചോദിച്ചാൽ, ഒന്ന് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് റീസണിങ്, ടോളർ എന്ന് പറയും. പിന്നെ സൈക്കോളജിക്കൽ അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ട്, അതിൻ്റെ പേര് പാറ്റേൺ ആണ്. ഇന്റർവ്യൂ ഉണ്ട്, മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. ഇതൊക്കെ നടക്കുന്നത് AFMC പൂനെയിലായിരിക്കും. ഓക്കെ, അവിടുത്തെ AFMCയുടെ ക്യാമ്പസിലായിരിക്കും ഈ ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ. ടോളർ ടെസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്, കമ്പ്യൂട്ടറിൽ ഓൺലൈനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നടക്കുക പൂനെയിലായിരിക്കും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കുട്ടികൾക്ക് മാത്രമാണ് ഈ ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്യാനും ഒക്കെ സാധിക്കുക. റെഡി അല്ലേ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ എങ്ങനെയാണ് സ്കോർ ഡിസ്ട്രിബ്യൂഷൻ വരുന്നതെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരുന്നു. ടോളറിന് എത്ര സ്കോർ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ടോളറിന് കിട്ടുക 80 മാർക്കാണ്. ഓക്കെ, ടോളറിന് 80 മാർക്കാണ്. 40 ചോദ്യങ്ങളായിരിക്കും ഉള്ളത്. അപ്പോൾ 80 മാർക്ക് കിട്ടും. ആൻഡ് നീറ്റിന്റെ സ്കോർ 720 സ്കോർ കൺസിഡർ ചെയ്യും. ആ 720 സ്കോറിനെ 200ലേക്കാക്കും. അത് ഞാൻ ഓൾറെഡി 200ലേക്കല്ല, ഒന്ന് ശ്രദ്ധിച്ചോ, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. വേണമെങ്കിൽ ഒന്നും കൂടി പറയാം. 720 നിങ്ങൾക്ക് നീറ്റിന് കിട്ടുന്ന സ്കോർ, 720ലാണല്ലോ നീറ്റ് എക്സാം നടക്കുന്നത്. ആ 720ൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്കോർ എത്രയാണോ ആ സ്കോർ, ഇപ്പൊ നമുക്ക് ഒരു 600 കിട്ടുകയാണെങ്കിൽ 600, ഓക്കെ, അല്ലെങ്കിൽ 720ൽ 720 കിട്ടിയെന്ന് തന്നെ കരുതാം. ഏറ്റവും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന സ്കോർ പ്ലസ് ടോളറിന് 80ൽ നമുക്ക് എത്രയാണോ ടോളറിന് കിട്ടുന്ന സ്കോർ, ആ സ്കോർ ഇപ്പൊ 8ൽ 8 കിട്ടിയെങ്കിൽ മൊത്തം എത്ര കിട്ടി? മൊത്തം 800ലാണ് നടക്കുക. അപ്പൊ 800ൽ നിങ്ങൾക്ക് എത്ര സ്കോർ കിട്ടി? ആ സ്കോറിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യും. ഓക്കെ, 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 800/4 എന്ന് പറയുന്നത് 200 ആണ്. അപ്പൊ 200ൽ നമുക്ക് എത്ര മാർക്കാണ് കിട്ടിയതെന്നുള്ളത് നോക്കൂ. ക്ലിയർ അല്ലേ കുഞ്ഞുങ്ങളെ? 720ൽ നീറ്റിന് എത്ര സ്കോർ കിട്ടി പ്ലസ് ടോളറിന് 80ൽ എത്ര കിട്ടി? 80 ആണോ 78 ആണോ 70 ആണോ 68 ആണോ ആ സ്കോർ, ആ രണ്ട് സ്കോറും കൂടി ആഡ് ചെയ്താൽ 800ലുള്ള ഒരു സ്കോർ കിട്ടും. ഇപ്പൊ 800 ചിലപ്പോൾ നമുക്ക് 700 ആയിരിക്കും, അല്ലെ 600 ആയിരിക്കും. ഓക്കെ, അത് എത്രയാണോ ആ സ്കോർ അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യും. 4 വെച്ച് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ 800നെ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ 200ലുള്ള സ്കോർ കിട്ടും. 200ൽ നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയത്, ഓക്കെ, അത് പ്ലസ് ഇത് റിട്ടേൺ എക്സാമിനേഷന്റെ സ്കോർ ആണ്, അത് പ്ലസ് ഇന്റർവ്യൂവിന്റെ മാർക്ക്. ഇന്റർവ്യൂ 50 മാർക്കിലായിരിക്കും നടക്കുക. 50 മാർക്ക് ഇന്റർവ്യൂ. അപ്പൊ 200 മാർക്ക് റിട്ടേൺ എക്സാമിനേഷൻ പ്ലസ് 50 മാർക്ക് ഇന്റർവ്യൂ. അങ്ങനെ 250 മാർക്കിലാണ് ഈ ഒരു എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നത്. 250ൽ നമുക്ക് കിട്ടുന്ന സ്കോർ. ദെൻ മെഡിക്കൽ ഫിറ്റ്നസും ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ, നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങൾ, ഹൈറ്റും വെയിറ്റും ഒക്കെ മെഷർമെന്റ് ഒക്കെ ഉണ്ടായിരിക്കും. ഇതിനൊക്കെ ശേഷമായിരിക്കും AFMCയിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടുക. ഓക്കെ, അപ്പൊ ഇനി ഒരു കാര്യം പറയട്ടെ, ഉറപ്പായിട്ടും നീറ്റിന് വളരെ നല്ല സ്കോർ ഉള്ള ഒരു കുട്ടിക്ക് മാത്രമാണ് AFMCയുടെ കട്ട് ഓഫ് ക്രോസ് ചെയ്യാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വർഷം, ഈ ഒരു അക്കാഡമിക് ഇയറിൽ നമ്മുടെ AFMCയുടെ സൂപ്പർ 30 എന്ന് പറയുന്ന ഒരു ബാച്ച് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് നീറ്റ് റിപ്പീറ്റ് ചെയ്ത് അതിനോടൊപ്പം തന്നെ AFMCയുടെ കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്യാണ്. അതായത് ഒരു നീറ്റ് റിപ്പീറ്റർ എങ്ങനെ പഠിക്കുന്നോ അങ്ങനെ തന്നെയായിരിക്കും മക്കൾ പഠിക്കുക. അതിനുശേഷം നീറ്റ് എക്സാമിന് ശേഷം നമ്മൾ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ടെസ്റ്റുകൾ, ടോളറിന്റെ ടെസ്റ്റിനും ഇന്റർവ്യൂവിനും ഒക്കെ വേണ്ടി നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ നീറ്റ് എക്സാമിന് ശേഷമായിരിക്കും നമ്മൾ ആ ഒരു ടെസ്റ്റുകളിലേക്ക് ഓറിയന്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം എന്താണെങ്കിലും ജൂലൈ മാസം അവസാനത്തോടു കൂടിയൊക്കെ ആയിരിക്കും ആ ഒരു എക്സാം നടക്കുക. അപ്പം നമുക്ക് 3 മാസം ശരിക്കും കിട്ടും, മെയ്യും ജൂണും
ഏകദേശം ജൂലൈ 3 മാസത്തോളം നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ കിട്ടും. 80-ൽ നടക്കുന്ന ഒരു എക്സാം ആണ്. നീറ്റിന്റെ സ്കോർ തന്നെയാണ് അൾട്ടിമേറ്റ് ആയിട്ട് അവർ പരിഗണിക്കുക. സോ നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ AFMCയുടെ സ്പെഷ്യൽ കോച്ചിങ്ങും കൂടി നൽകുന്ന നമ്മുടെ സൂപ്പർ 30 ബാച്ചിലേക്ക് മക്കൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. AFMCയിലേക്ക്, ആർമിയിലേക്കും നേവിയിലേക്കും എയർഫോഴ്സിലേക്കും ഒക്കെ ആഗ്രഹിക്കുന്ന മക്കൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു അഡ്മിഷൻ ഡെസ്കിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് AFMCയുമായിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾക്ക് സംസാരിക്കാം. നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം മക്കളെ. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. ബിക്കോസ് നമ്മുടെ കയ്യിൽ ടൈം ലിമിറ്റഡ് ആണ്. ഈ ഒരു ടൈമിനുള്ളിൽ ആദ്യം നീറ്റിന്റെ കട്ട് ഓഫ് ക്രോസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്. അതിനുശേഷം AFMCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു MBBS പഠനത്തിന് ശേഷം നമ്മൾ എത്തിച്ചേരാൻ പോകുന്ന പല ലെവലുകളാണ്. ആദ്യം ലെഫ്റ്റനന്റ് ആയിട്ടായിരിക്കും, ദെൻ ക്യാപ്റ്റൻ, ദെൻ മേജർ, ലെഫ്റ്റനന്റ് കേണൽ തൊട്ടിട്ട് ലെഫ്റ്റനന്റ് ജനറൽ വരെ ആ ഒരു പൊസിഷനിലേക്ക് വരെ നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. സോ അത്രയും വലിയൊരു എന്താണ് പറയുക, ഏറ്റവും വലിയ സുപ്രീം ആയിട്ടുള്ളൊരു ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ് മക്കളെ. ഒരുപാട് അലവൻസും കാര്യങ്ങളും ഉണ്ട്. യാതൊരു ഫീസും കൊടുക്കാതെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. മെസ് ഫീസോ ഹോസ്റ്റൽ ഫീസോ ഒന്നും തന്നെ ഇല്ല. ഒരുപാട് അലവൻസും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് വാഷിംഗ് അലവൻസ്, ഹെയർ കട്ടിങ് അലവൻസ്, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുള്ള എക്സ്പെൻസ്, ഇതൊക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഏറ്റവും മികച്ച ഒരു ക്യാമ്പസ് തന്നെയായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് AFMCയിൽ. അപ്പോൾ ആഗ്രഹിക്കുന്ന മക്കൾക്ക് ജോയിൻ ചെയ്യാം. വളരെ നന്നായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.